ഹായ്, വെൽക്കം ബാക്ക് ടു ഡയറക്ഷൻ ഇ ലേണിംഗ്. സോ കണക്കിലെ രസതന്ത്രം എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ സീരീസിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സമയവും ദൂരവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒരു ചോദ്യം നോക്കൂ. പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആനന്ദിന് 100 മീറ്റർ ഓടുന്നതിന് 11.5 സെക്കൻഡ് സമയം വേണം. അജിത്തിന് 12.5 സെക്കൻഡ് സമയവും വേണം ഈ 100 മീറ്റർ തന്നെ ഓടുന്നതിന്. ആനന്ദ് പൂർത്തിയാക്കുമ്പോൾ അജിത്ത് എത്ര പിന്നിലായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക? ഈ ഒരു ചോദ്യം അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ ആനന്ദ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കീ പോയിന്റ്. ആനന്ദ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മത്സരം 100 മീറ്റർ ഓടി പൂർത്തിയാക്കിയിട്ടുണ്ട്. എത്ര സെക്കൻഡ് സമയം കൊണ്ട്? 11.5 സെക്കൻഡ് സമയം കൊണ്ട്. അപ്പോൾ അജിത്ത് എത്ര മീറ്റർ പിന്നിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. ഇവർ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. എത്രയാണ് സമയ വ്യത്യാസം? 12.5 അജിത്തിന് വേണ്ടത്, ആനന്ദിന് 11.5 വേണ്ടത്. അപ്പോൾ എത്രയാണ് സമയ വ്യത്യാസം വരുന്നത്? 1 സെക്കൻഡാണ് സമയ വ്യത്യാസം വരുന്നത്, അല്ലെ? ഈ 1 സെക്കൻഡ് കൊണ്ട് അജിത്ത് സഞ്ചരിക്കുന്ന ദൂരം എത്രയായിരിക്കും എന്നുള്ളത് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ആനന്ദിനേക്കാൾ എത്ര മീറ്റർ പിന്നിലാണ് അജിത്ത് എന്നുള്ളത് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അതെങ്ങനെ നമ്മൾ കണക്കാക്കുക? 100 മീറ്റർ 12.5 സെക്കൻഡ് കൊണ്ടായിരിക്കും ആര് പൂർത്തിയാക്കുന്നത്? അജിത്ത് പൂർത്തിയാക്കുന്നത്. അപ്പോൾ 100/12.5 ആണ് 1 മീറ്ററിൽ അജിത്തിന്റെ 1 സെക്കൻഡിൽ അജിത്ത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. എത്രയാണ് വരിക? 8 മീറ്റർ ആണ്, അല്ലെ? 1 സെക്കൻഡിൽ അജിത്ത് സഞ്ചരിക്കുന്ന ദൂരം 8 മീറ്റർ ആണ്, അല്ലെ? അപ്പം 8 മീറ്റർ ആയിരിക്കും എന്ത് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ആനന്ദ് പൂർത്തിയാക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്ര മീറ്റർ ആയിരിക്കും? 8 മീറ്റർ ആയിരിക്കും എന്നുള്ളത് അതൊന്ന് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ സമയ വ്യത്യാസം 1 സെക്കൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ 8നെ അങ്ങനെ തന്നെ എഴുതിയത്. ഇനി ഇവിടെ 2 സെക്കൻഡ് വ്യത്യാസമായിരുന്നെങ്കിലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 16 മീറ്റർ വരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. സ്കൂട്ടറിൽ 36 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 4 മണിക്കൂർ കൊണ്ട് സ്കൂളിലെത്തുന്ന അധ്യാപകൻ 3 മണിക്കൂർ കൊണ്ട് സ്കൂളിൽ എത്തണമെങ്കിൽ സ്കൂട്ടറിന്റെ വേഗത എത്ര കിലോമീറ്റർ ആക്കണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 36 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച്, അല്ലെ, മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് 4 മണിക്കൂർ കൊണ്ട് സ്കൂളിലെത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാ? 36 × 4, അല്ലെ? 36 വേഗത, 4 എന്ന് പറയുന്നത് എന്താണ്? സമയമാണ്. അപ്പോൾ നമ്മൾ ദൂരം കിട്ടും, അല്ലെ? ദൂരം എന്ന് പറയുന്നത് വേഗത ഇൻറ്റു സമയമാണ്. അപ്പം 36 × 4 അദ്ദേഹം, അത്രയും ദൂരമാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ഇനി ഇതേ ദൂരം 3 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണമെങ്കിൽ എത്ര വേഗതയിൽ സഞ്ചരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ വേഗതേനെ, അല്ലെ, ഈ ദൂരത്തിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വേഗത കിട്ടും. ഇത് ചെയ്യുമ്പോൾ എത്ര വരിക? 36/3 12. 12 × 4 എത്ര വരും? 48 km/h, അല്ലെ? ഒരു മണിക്കൂറിൽ 48 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാലാണ് ഈ അധ്യാപകന് 3 മണിക്കൂർ കൊണ്ട് സ്കൂളിലെത്താനാവുക. ഓക്കെ, സിമ്പിൾ അല്ലേ? 36 × 4 എന്ന് പറയുന്നതാണ് സ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ആ ദൂരത്തിനെ 3 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും അതിന്റെ വേഗത, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേഗത എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കൂ. 72 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് 140 മീറ്റർ നീളമുള്ള പാലം കടക്കുവാൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയും നമ്മുടെ ബേസിക് ഇക്വേഷൻ സെയിം ആണ്. എന്താണ് സമയം എന്ന് പറയുന്നത്? എന്തായിരിക്കും? ദൂരം ബൈ വേഗതയായിരിക്കും, അല്ലെ? അപ്പോൾ ഇവിടെ ട്രെയിനിന്റെ ദൂരം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് നമ്മൾ തന്നിട്ടുണ്ട്, 100 മീറ്റർ ആണ്. പ്ലസ് എത്ര മീറ്റർ നീളമുള്ള പാലാണ് കിടക്കേണ്ടത്? 140 മീറ്റർ നീളമുള്ള പാലാണ് കിടക്കേണ്ടത്, അല്ലെ? അപ്പോൾ ടോട്ടൽ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 240 മീറ്റർ ആണ് ടോട്ടൽ നീളം എന്ന് പറയുന്നത്. ഓക്കെ, 240 മീറ്റർ. ഇനി സമയമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. വേഗത തന്നിട്ടുണ്ട് എത്രയാ? 72 km/h ആണ്, അല്ലെ? അപ്പൊ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? നമ്മുടെ ദൂരം മീറ്ററിലായതുകൊണ്ട് ഈ 72 km/h നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അതെങ്ങനെ ചെയ്യാം? നേരത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 18/70, 72/18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. 4 × 5 എത്ര കിട്ടും? 20 മീറ്റർ/സെക്കൻഡ് നമുക്ക് എന്ത് കിട്ടി? വേഗതയും കിട്ടി. അങ്ങനെയാണെങ്കിൽ സമയം എങ്ങനെ കണ്ടുപിടിക്കുക? 240/20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സമയം കിട്ടും. കാരണം 240 ആണ് നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ്, 20 ആണ് എന്ത് നമ്മുടെ വേഗത എന്ന് പറയുന്നത്. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 24/12 എത്ര? 12 സെക്കൻഡ്, അല്ലെ? 12 സെക്കൻഡ് സമയം കൊണ്ട് 140 മീറ്റർ നീളമുള്ള ഒരു പാലം 100 മീറ്റർ നീളമുള്ള ട്രെയിനിന്
72 km/h വേഗതയിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മറികടക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 12 സെക്കൻഡ് ആണ്. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ നീളം പ്ലസ് ഈ പാലത്തിന്റെ നീളം കൂടെ എടുക്കണം. അപ്പോൾ 240 കിട്ടി. മാത്രമല്ല നമുക്ക് തന്നിരിക്കുന്നത് 72 km/h ആണ് അല്ലെ. km/h നമ്മൾ ഇങ്ങോട്ട് മാറ്റണം, m/s മാറ്റണം. m/s മൾട്ടിപ്ലൈ ചെയ്യാൻ 5/18 എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. കൂടുതൽ വ്യത്യസ്തമായ ചോദ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്